ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആക്ച്വലി ജസ്റ്റ് ഒരു ചെറിയ ഗൈഡൻസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഇങ്ങനെയൊന്ന് വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചതാണ്. ഞാനിങ്ങനെ ക്യാമറ ബാലൻസ് ചെയ്ത് ചെയ്യാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ഷഫിൾ ചെയ്ത് വെച്ചതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ്. ലവേഴ്സ് എനർജി, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് വൺ മോർ കാർഡ്, 5 കപ്സ്. ലവേഴ്സ് എനർജി പറയുന്നത് ഒരു നമ്മൾ തീരുമാനമെടുക്കുന്നതിനെ കുറിച്ചാണ്, ഒരു ചോയ്സിനെ കുറിച്ചാണ്. അതൊരു ബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനമെടുക്കുന്ന ഒരു കാര്യമാണ്. ചോയ്സ് നമ്മളുടെ മുമ്പിലുണ്ട് എന്നാണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. സോ മേ ബി നിങ്ങൾക്കൊരു ഓഫർ വന്ന് കാണാം. അതിപ്പോൾ അഗൈൻ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, നിങ്ങൾക്കൊരു പേഴ്സൻ്റെ ഓഫർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഓഫർ, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഫർ വരും. അതായത് നമ്മൾ പറയില്ലേ, ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ്, ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ്. സോ അഗൈൻ ഒരു ന്യൂ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു ന്യൂ ജോബ്, അല്ലെങ്കിൽ ഒരു ന്യൂ ബിസിനസ്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വരുന്നതിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഒരു മെസ്സേജ് വരുന്ന കാര്യമായിരിക്കും. ആ മെസ്സേജ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമായിരിക്കും. ഓക്കെ, ഇവിടെ അഗൈൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം കുറച്ച് പേർക്ക്. ഇവിടെ 5 കപ്സ് ഉണ്ട്, ഒരു ലോസിൻ്റെ കാര്യമാണ്. ഓക്കെ, ലെറ്റ്സ് സീ എന്താ അത് പറയുന്നത്, ലോസ് എന്താണ്. ഓക്കെ, അഗൈൻ സ്ട്രെസ് ഉണ്ട്. ഓ വാവ്, കൺഫ്യൂഷൻ ആണല്ലോ, നിങ്ങൾക്ക് വല്ലാതെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. വൈ എന്താണ്, വേ ചെയ്യണോ? നിങ്ങൾ പക്ഷെ ഒരു ഓഫർ വേണ്ടാന്ന് വെക്കുന്ന തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് അത് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ, സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ, അഗൈൻ ഇവിടെയും ചോയ്സിൻ്റെ കാര്യമാണ്, തീരുമാനം എടുക്കുന്ന കാര്യമാണ്, ഡിസിഷൻ എടുക്കുന്ന കാര്യമാണ്. ഓക്കെ, എവിടെയോ പാസ്റ്റിലെ ലോസ് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് മുൻപ് എപ്പോഴെങ്കിലും ലോസ് വല്ലതും സംഭവിച്ച് കാണാം, അല്ലെങ്കിൽ ലോസ് വരുമോ എന്നുള്ളൊരു പേടിയായിരിക്കും. ബട്ട് പേടിയല്ല ഇവിടെ, അതിനേക്കാൾ കൂടുതൽ സ്ട്രെസ്സ് കാണുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് സ്ട്രെസ് എന്ന രീതിക്ക് നിങ്ങൾ കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ ഈ ഓഫർ എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 8 ഓഫ് കപ്സ് വാക്കിംഗ് അവേ ആണ് കാണിക്കുന്നത്. ഇനി ഷഫിൾ ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല. ഓക്കെ, ലാസ്റ്റ് കാർഡ് അഗൈൻ നോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതിൽ. ഐ തിങ്ക് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, അതാണ് മെയിൻ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ കരുതുന്ന പോലത്തെ ഒരു ഓഫർ അല്ല ഇത്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മട്ടിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കത് വേണ്ട, നിങ്ങളത് ഉപേക്ഷിച്ച് പോകുന്ന മട്ടിലാണ് എനിക്ക് കാണുന്നത്. ചിലപ്പോൾ ഒരു ഓഫർ നിങ്ങൾ എടുത്ത് കാണാം ആദ്യം, പക്ഷേ ഐ തിങ്ക് ഇനിയിപ്പോൾ നിങ്ങളതിന് വേണ്ട എന്ന് വെക്കാൻ തീരുമാനിക്കുന്ന ഇതിലാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ ഓക്കെ, മേ ബി നിങ്ങൾക്ക് 2 ഓഫർ വന്ന് കാണാം. ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. സോ അതിൽ ഒന്ന് നിങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലൊരു വിഷമം ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ അങ്ങനെയാവാം കുറച്ച് പേർക്ക്. ഒരു ലാസ്റ്റ് കാർഡ്, നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്താണ് ഇതിൽ കാണുന്നത്. അഗൈൻ നോ, എന്തോ വല്ലാത്തൊരു വിഷമവും സ്ട്രെസ്സും ടെൻഷനും ഒക്കെയാണ് എനിക്ക് കാണുന്നത് ഇന്നത്തെ ദിവസം. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു കാര്യം വേണ്ടാന്ന് വെക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വന്ന ഓഫർ ചിലപ്പോൾ നഷ്ടമായി കാണാം, അങ്ങനെയായിരിക്കാം, അതിൻ്റെ ഒരു വിഷമമായിരിക്കാം കാണുന്നത്. ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് എന്ന രീതിക്ക് എടുക്കാം. വാക്കിംഗ് അവേ കാണുന്നുണ്ട്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓഫർ കിട്ടിയതിനെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളായിട്ടായിരിക്കാം ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണമായിരിക്കും, ദറ്റ് നിങ്ങളിതിൽ വിട്ട് കളയണോ എന്ന രീതിക്ക്. ഇവിടെ ഐ ഡോണ്ട് നോ ഇന്ന് എന്തത്ര കൺഫ്യൂഷൻ വരുന്നതെന്നാണ്. ഞാനാണെങ്കിൽ ഓക്കെ, ബാലൻസ് ഓപ്ഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പാസ്റ്റിൽ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അങ്ങനെ വിട്ട് കളയേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, യൂണിവേഴ്സ് പറയുന്നത് ഡോണ്ട് വറി. ഓക്കെ, നിങ്ങൾക്ക് വേറെ നല്ല ഓഫർ വരും നിങ്ങളുടെ മുമ്പിൽ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഇമോഷണലി നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു കാര്യം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ഐ തിങ്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ്
പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ലോസ് വന്നതായിരിക്കാം, അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊന്ന് പുതിയത് വരും. ഓക്കെ, ഇത് നിങ്ങൾ എടുത്തില്ല, വിട്ട് കളയുന്നു, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്തൊരു വാക്കിംഗ് അവേ കാണുന്നുണ്ട് എനിക്ക്. പക്ഷേ നിങ്ങളൊരു സിറ്റുവേഷനെ വിട്ട് മാറി പോകുമ്പോഴാണ് നിങ്ങൾക്ക് വേറെ നല്ല ഓഫേഴ്സ് വരുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങളോട് പറയുന്നത് ബാലൻസിൽ പിരിക്കൂ, വിഷമിക്കരുത് എന്നാണ്. കാരണം ഈ കാർഡ്സ് മുഴുവൻ വിഷമമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം പറയുന്നത് ഇവിടെ സാഡ്നെസ്, ടെൻഷൻ, സ്ട്രെസ് അല്ലെങ്കിൽ വിഷമം എന്ന രീതിക്കാണ്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ തന്നെ ഒന്ന് ബാലൻസ്ഡ് വെക്കാൻ പറയുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, വിഷമങ്ങൾ വരും ലൈഫിൽ, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് തുറന്നു കിട്ടും. നിങ്ങൾക്ക് വേറെ എന്തോ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് വരും എന്നാണ് കാണുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ ഷഫിൾ ചെയ്താണ്. ഓക്കെ, അങ്ങനെ പ്രോസ്പെരിറ്റി, യെസ്. ഓക്കെ, ഓപ്ഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക്. അബണ്ടൻസ് എന്ന് പറയാം. പ്രൊട്ടക്ഷൻ, വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. ഇന്നർ നോയിങ്, ഫൈൻ. ഇത്ര എടുക്കുന്നുള്ളൂ. ഐ തിങ്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരുന്നു, സറണ്ടർ. ഓക്കെ, സോ യൂണിവേഴ്സ് പറയുന്നത് സറണ്ടർ ചെയ്യാൻ പറയുന്നുണ്ട്. അഗൈൻ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഓക്കെ, അതായത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തോ ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് നഷ്ടമായിട്ട് പോകുന്നത്. സോ ദാറ്റ്സ് ഓക്കെ. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്തോ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രോസ്പെരിറ്റി കിട്ടുന്ന എന്തോ ഒരു കാര്യം വരുന്നുണ്ട് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. സന്തോഷം അല്ലെങ്കിൽ അബണ്ടൻസ് ഏത് തരത്തിലും ആവാം, കരിയറിൻ്റെ കാര്യത്തിലാവാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ശരി. ഓക്കെ, എന്തിലായാലും നിങ്ങൾക്ക് എന്തോ അബണ്ടൻസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇന്നർ നോയിങ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഉള്ളിൻ്റെ ഉള്ളിൽ ഐ തിങ്ക് അറിയാം നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ചിലത് വിട്ട് കളയണം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. യെസ്, വിഷമം തന്നെയാണ്, വിഷമമുണ്ട് നല്ലോണം. ഐ തിങ്ക് ഒരു സ്ട്രെസ് കാണുന്നുണ്ട് എനിക്ക്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കറിയാം ദാറ്റ് ചിലത് നിങ്ങൾക്ക് നല്ലതല്ല, അത് വിട്ട് കളയണം എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അതെത്ര നിങ്ങളെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നാണെങ്കിലും ഐ തിങ്ക് നിങ്ങളതിനെ തൽക്കാലം വിട്ട് കളയാനാണ് പറയുന്നത്. ബട്ട് അത് നിങ്ങൾ ഒരിക്കലും നഷ്ടമായിട്ട് കരുതരുത്. ബിക്കോസ് അത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാണ്. ബിക്കോസ് അത് നിങ്ങൾക്ക് എന്തോ നല്ലതല്ല എന്ന രീതിക്കാണ് കാണുന്നത്. സോ നിങ്ങൾക്കത് ഹാർട്ട് ബ്രേക്കും വിഷമവും തരുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് വിട്ടു മാറിപ്പോയാൽ നിങ്ങൾക്ക് വേറെന്തോ പുതിയത് നല്ലത് വരും എന്ന രീതിക്കാണ്. ഓക്കെ, സോ ലൈഫിലെല്ലാം അങ്ങനെ പോസിറ്റീവായിട്ട് കാണാം. വേറെ എന്തെങ്കിലും ഓഫർ വരുന്നു എന്നായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ സ്റ്റേബിളായിട്ട് ഒരു ഇത് വരും. തീരുമാനം എടുക്കാൻ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ബട്ട് എല്ലാം യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഡോണ്ട് വറി. ഓക്കെ, നല്ലത് നിങ്ങൾക്ക് വരുമെന്നാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.